ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ഠ PSCയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഗവർണറെ കുറിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ LDC കൊല്ലത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഗവർണറുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് ആ ഒരു ഗവർണറെ കുറിച്ചിട്ട് ഇനി ഒരു കാര്യവും നമുക്ക് മിസ്സാവാൻ പാടില്ല, ഇനി ഒരു കാര്യം നമുക്ക് അറിയാതിരിക്കാനും പാടില്ല. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ, ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾക്ക് നോക്കാം. ഗവർണറുടെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സംവിധാനം നമുക്കറിയാം. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഗവർണറും മുഖ്യമന്ത്രിയും എല്ലാവരും. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് മാത്രം ഒന്ന് നോക്കാം. ഇത് വരുന്നത് പാർട്ട് 6 ഓക്കെ, പാർട്ട് 6 നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 6 സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സംവിധാനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ആർട്ടിക്കിൾസ് ഒന്ന് ഓർത്തിരിക്കുക, 153 മുതൽ 167 വരെയാണ് ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്. ഇനി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സംവിധാനത്തിൽ ഉൾക്കൊള്ളുന്നത് ആരൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗവർണർ, മുഖ്യമന്ത്രി, സംസ്ഥാന മന്ത്രിസഭ, അഡ്വക്കേറ്റ് ജനറൽ, ഇവരെല്ലാം കൂടി കൂടുന്നതാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗവർണറെ കുറിച്ചിട്ട് നോക്കി തുടങ്ങാം. നമുക്കറിയാം, ഗവർണറാണ് ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി എന്ന് പറയാം. നമ്മളുടെ ഇപ്പോഴത്തെ ഗവർണർ ആരായിരുന്നു? അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്, അല്ലെ? ആരിഫ് മുഹമ്മദ് ഖാൻ. ഓക്കെ, അപ്പം സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധി ആണ് ഗവർണർ എന്ന് പറയുന്നത്. ഒരേ സമയം കേന്ദ്ര പ്രതിനിധിയായും സംസ്ഥാന ഭരണനിർവാഹകനായിട്ടും പ്രവർത്തിക്കുന്നതിനാൽ ഇദ്ദേഹത്തിന് നമുക്ക് എന്ത് പറയാം? ഇരട്ട റോളുണ്ട് എന്ന് പറയാം. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് ഗവർണറെ നിയമിക്കുന്നത്. ഓക്കെ, ഗവർണറെ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നോമിനി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, നമുക്കറിയാം, ഒരുവിധം ബാക്കിയുള്ള എല്ലാ മുഖ്യ പൊസിഷനിലും വരുന്ന ആൾക്കാർ നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആൾക്കാരാണ് ഈ ഒരു നല്ല പൊസിഷനിലും കാര്യങ്ങളിലൊക്കെ വരാറുള്ളത്. പക്ഷെ ഗവർണറുടെ കാര്യത്തിൽ മാത്രം പ്രസിഡന്റിന് ആരോടാണോ പ്രീതിയുള്ളത്, അല്ലെങ്കിൽ പ്രസിഡന്റ് ആരെയാണോ ആപ്റ്റ് ആയിട്ട് കാണുന്നത്, അദ്ദേഹത്തിനെ ആയിരിക്കും നമ്മുടെ പ്രസിഡന്റ് ഗവർണറായിട്ട് നിയമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നോമിനി എന്ന് ഗവർണർ പറയുന്നത്. ഈ ഗവർണർ നിയമനത്തിൽ ഭരണഘടനാ സൃഷ്ടാക്കൾ ചില വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിന് ഈ ഒരു വ്യവസ്ഥകളൊക്കെ വെക്കാനുണ്ടായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാർലമെന്ററി സംവിധാനത്തിനോട് പൊരുത്തപ്പെടുന്ന ഒന്നല്ല. നമുക്കറിയാം, ഇത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമാക്കുന്നതാണ്. അതുകൊണ്ട് പാർലമെന്ററി സംവിധാനവുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒന്നല്ല. അതുപോലെ തന്നെ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു സംഘർഷത്തിനിടയാക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? ഇവർ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലുള്ള ആൾക്കാരായിരിക്കും അധികം. അതുകൊണ്ട് നമുക്കറിയാം, പിണറായി വിജയനായിട്ടും അതേപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ, ഇവർ രണ്ടുപേരുമായിട്ട് പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളും നമ്മൾ കാണുന്നതാണ്. ഓക്കെ, അതെല്ലാം ഇതിന്റെ ഒരു ബാഡ് സൈഡ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡാണ് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് ഗവർണർ കേന്ദ്ര നോമിനി ആയതിനാൽ കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് മേലിൽ കുറച്ച് നിയന്ത്രണം അധികമായിരിക്കും. അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ 3 കാരണങ്ങൾ നമുക്ക്, ഇത് കുറെ അധികം കാരണം ഉണ്ടാവും, ജസ്റ്റ് 3 കാരണങ്ങൾ നമുക്ക് എന്തായാലും പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഗവർണറെ നിയമിക്കുന്നതിന് മുൻപ് പ്രസിഡന്റ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ എന്ത് പറയാൻ മന്ത്രിസഭയുമായിട്ട് ചർച്ച നടത്തേണ്ടതാണ്. കേന്ദ്രം ഗവർണറെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അത് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്, ഓർത്തിരിക്കുക. ഇനി നമുക്കറിയാം, ഒരു വ്യക്തിക്ക് ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അങ്ങനെ പറ്റും എന്നൊരു കാര്യം ഭരണഘടന വന്നൊരു സമയത്തില്ലായിരുന്നു, പിന്നീട് നമ്മൾ കൂട്ടിച്ചേർക്കാനുണ്ടായിട്ടുള്ളത്. അങ്ങനെ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്ന് ചോദിച്ചാൽ അത് 7ാം ഭരണഘടനാ ഭേദഗതി 1956 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 1956 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗവർണർ ഭരണപരമായ ഒരു സംസ്ഥാനത്തിന്റെ തലവനാണെങ്കിലും ഭരണനിർവഹണം മന്ത്രിസഭയിൽ നിക്ഷിപ്തമാണ്. ഓക്കെ, ഇത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് പലതരത്തിൽ ഇത് ചോദിക്കാറുണ്ട്. ഗവർണറെയാണ് നമ്മൾ ഭരണപരമായിട്ട് ഒരു സംസ്ഥാനത്തിന്റെ തലവൻ എന്ന് പറയുന്നത്, പക്ഷേ ആക്ച്വലി ഭരണനിർവഹണം നടത്തുന്നത് ആരാണ്? അത് മന്ത്രിസഭയാണ്. പ്രസിഡന്റിന് ഒരു ഗവർണറെ അദ്ദേഹത്തിന്റെ സേവന കാലാവധിക്കുള്ളിൽ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റാവുന്നതാണ്. കാലാവധി എത്രയാണ്? ഒരു ഗവർണറുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഈ ഒരു കാലാവധിയുടെ പകുതിക്ക് വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് പ്രസിഡന്റിന് തോന്നാണ് ഇവിടെ വേണ്ട, വേറൊരു സ്ഥലത്ത് ഇദ്ദേഹത്തിനെ കൊണ്ട് അപ്പോയിന്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ പ്രസിഡന്റിന് അങ്ങനെ ചെയ്യാനുള്ള അധികാരം ഉണ്ട്. ഓക്കെ, അതുപോലെ ഓർത്തിരിക്കേണ്ട പോയിന്റാണ്, ഗവർണർ പുനർനിയമനത്തിന് അർഹനാണ്. ഒന്നെങ്കിൽ ഇദ്ദേഹം എവിടെയാണോ ഇപ്പൊ ഉള്ളത്, ഇപ്പം കേരളത്തിലെ ഗവർണർ ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ തന്നെ വീണ്ടും പുനർനിയമനത്തിനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ഗവർണറായിട്ട് പുനർനിയമിക്കപ്പെടാനുള്ള അധികാരവും ഉണ്ട്. ഇനി യോഗ്യതകളെ കുറിച്ചിട്ട് നോക്കാം. എന്തൊക്കെ യോഗ്യതകളാണ് ഉള്ളത്? ഇന്ത്യൻ പൗരൻ ആയിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇതിൽ ഒരു വ്യക്തിക്ക് ഗവർണർ ആകാനുള്ള പ്രായപരിധി എത്രയാണെന്ന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അത് 35 വയസ്സാണ്. നിയമിക്കപ്പെടുന്ന സംസ്ഥാനത്തെ പൗരൻ ആയിരിക്കരുത് ഒരു ഗവർണർ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കേരളത്തിലേക്ക് ഇപ്പോൾ ഒരു ഗവർണർ വരികയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹം കേരളത്തിൽ ജനിച്ച് വളർന്ന ഒരാളായിരിക്കരുത്. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ലോക്കൽ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത്. ഇനി പാർലമെന്റിലെയോ
സംസ്ഥാന നിയമസഭയിലെയോ അംഗം ആയിരിക്കരുത്. ഓക്കെ, ഇദ്ദേഹം ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹം പാർലമെന്റിലോ അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലോ ഒന്നും അംഗമായിരിക്കരുത്. ഇൻ കേസ് അംഗമാണെങ്കിൽ ഇദ്ദേഹം ഈ ഒരു പദവി ഏറ്റെടുക്കുന്ന ദിവസം മുതൽ ആ ഒരു അംഗത്വം ഇല്ലാതാവും. ഇനി ഗവൺമെന്റിന്റെ പ്രതിഫലം പറ്റുന്ന ഔദ്യോഗിക പദവികൾ ഒന്നും തന്നെ ഇദ്ദേഹം വഹിക്കാൻ പാടുള്ളതല്ല. അത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള യോഗ്യതകൾ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. ഇൻ കേസ് ഇദ്ദേഹത്തിന്റെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിരിക്കും ആ ഒരു സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നുണ്ടാവുക. ആൻഡ് കാലാവധി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 5 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത്. ആൻഡ് പ്രസിഡന്റിന് താല്പര്യമെങ്കിൽ അത് നീട്ടി നൽകാനുള്ള ഒരു അധികാരം പ്രസിഡന്റിനുണ്ട്. ഇനി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. നമുക്കറിയാം, ആരാണോ നിയമിക്കുന്നത് അദ്ദേഹത്തിന് തന്നെയായിരിക്കും എപ്പോഴും നമ്മൾ അധികവും രാജിക്കത്ത് കൊടുക്കാറുള്ളത്. ഇനി ഒരു ഗവർണറുടെ അപ്രതീക്ഷിതമായ അസാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ ചീഫ് ജസ്റ്റിസിനെ താൽക്കാലിക ഗവർണറാക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. ഓക്കെ, ഇൻ കേസ് ഇപ്പം അപ്രതീക്ഷിതമായിട്ടുള്ള അസാന്നിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണമോ അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചീഫ് ജസ്റ്റിസിനെ തൽക്കാലത്തേക്ക് ഗവർണറാക്കി വെക്കാൻ പ്രസിഡന്റിന് പറ്റും. ഗവർണറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം എങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി നമുക്കറിയാം, ഗവർണറാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചധികം പവേഴ്സും ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പം അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ആനുകൂല്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ നിയമ നടപടികൾ അനുവദനീയമല്ല. ഓക്കെ, എന്താണ് അദ്ദേഹം ഔദ്യോഗികമായിട്ട് കൃത്യനിർവഹണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകൾക്ക് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് നിയമ നടപടികൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. അതായത് അദ്ദേഹത്തിന് അത് ആപ്ലിക്കബിൾ അല്ല. ഇനി ഗവർണർ ആ തസ്തികയിൽ സേവനം അനുഷ്ഠിക്കുന്ന കാലയളവിൽ ഗവർണറുടെ വ്യക്തിപരമായ പ്രവർത്തനങ്ങൾക്കെതിരെ പോലും ക്രിമിനൽ നടപടികൾ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് സ്വന്തം ജീവിതത്തിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ തസ്തികയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒന്നും തന്നെ ക്രിമിനൽ നടപടികൾ ഒന്നും തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി ഗവർണറെ അറസ്റ്റ് ചെയ്യാനോ ജയിൽ ശിക്ഷ നൽകാനോ ഭരണഘടന അനുവദിക്കുന്നില്ല. എന്നാൽ ഗവർണറുടെ സ്വകാര്യ പ്രവർത്തനങ്ങൾ കുറ്റകരമാണെങ്കിൽ 2 മാസം മുമ്പ് നോട്ടീസ് നൽകി നടപടികൾ ആരംഭിക്കാവുന്നതാണ്. ഓക്കെ, എന്താണ് ഇങ്ങനെ എന്തെങ്കിലും അത്രയും എഗ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിന് മുന്നേ എന്ത് ചെയ്യണം? 2 മാസം മുൻപെങ്കിലും ഒരു നോട്ടീസ് ഗവർണർക്ക് നൽകിയിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾക്ക് നടപടികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ഔദ്യോഗിക വസതിയായിട്ടുള്ള രാജ്ഭവൻ പ്രതിഫലം നൽകാതെ ഉപയോഗിക്കാനുള്ള അർഹത ആർക്കുണ്ട്? ഗവർണർക്കുണ്ട്. അപ്പം ഗവർണറുടെ ആ ഒരു വസതിയെ നമ്മൾ എന്താണ് പറയുന്നത്? രാജ്ഭവൻ എന്നാണ് പറയുന്നത്. ഇനി പാർലമെന്റ് കാലാകാലങ്ങളിൽ നിർമ്മിക്കുന്ന അവകാശങ്ങളും അലവൻസുകളും പ്രതിഫലവും സ്വീകരിക്കാൻ ഗവർണർ അർഹനായിരിക്കും. 2 അതിലധികമോ സംസ്ഥാനങ്ങളുടെ ഗവർണറായ വ്യക്തിക്കുള്ള ആനുകൂല്യങ്ങൾ ആ സംസ്ഥാനങ്ങൾ പങ്കിട്ടാണ് വഹിക്കുന്നത്. ഇപ്പം കേരളത്തിന്റെയും കർണാടകയുടെയും കൂടി ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എങ്കിൽ ഇവരൊരു 1:1 എന്നൊരു റേഷ്യോയിലായിരിക്കും ഇവർ ഈ ഒരു ഗവർണർക്ക് കൊടുക്കേണ്ട പ്രതിഫലവും ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ടാവുക. ജസ്റ്റ് ഞാനിവിടെ റേഷ്യോ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, റേഷ്യോസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഗവർണർ പദവി വഹിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കാൻ സംസ്ഥാനത്തിന് അധികാരം ഇല്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗവർണറുടെ ഭരണനിർവഹണ അധികാരങ്ങളെ കുറിച്ചിട്ടാണ്, അതായത് എക്സിക്യൂട്ടീവ് പവേഴ്സ്. അപ്പൊ നമ്മുടെ ഗവർണർക്ക് വെറും എക്സിക്യൂട്ടീവ് പവേഴ്സ് മാത്രമൊന്നുമല്ല, അത് ജുഡീഷ്യറി പവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ധനകാര്യപരമായിട്ടുള്ള പവേഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും ആരാണ് നിയമിക്കുന്നത്? ഗവർണറാണ്. ഓക്കെ, മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നത് ഗവർണറാണ്. അതുപോലെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിൽ ഗോത്രക്ഷേമ വകുപ്പ് മന്ത്രിമാരെ നിയമിക്കുന്നു. ഈ ഒരു സംസ്ഥാനങ്ങളുടെ പേരൊന്ന് ഓർത്തിരിക്കുക. ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഗോത്രക്ഷേമ വകുപ്പ് മന്ത്രിമാരെ നിയമിക്കുന്നത് ഗവർണറാണ്. ഭരണനിർവഹണപരമായി ബന്ധപ്പെട്ട പ്രധാന ഉത്തരവുകൾ ഗവർണറുടെ പേരിലാണ് പുറത്തിറങ്ങുന്നത്. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, ഭരണനിർവഹണം ഒക്കെ നടക്കുന്നത് ആരുടെ പേരിലാണ്? ആരുടെ സൈനിന്റെ അടിയിലാണ്? അത് ഗവർണറുടെയാണ്. ഇതേ കാര്യം കേന്ദ്രത്തിലേക്ക് വരുമ്പോഴാണ് അത് പ്രസിഡന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി സംസ്ഥാനത്തിന്റെ ഭരണനിർവഹണം മന്ത്രിമാർക്ക് വീതിച്ചു നൽകുന്ന കാര്യത്തിൽ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കാനും നിയമനിർമ്മാണത്തിന് നിർദ്ദേശം നൽകാനും ഗവർണർക്ക് അധികാരമുണ്ട്. അപ്പം അദ്ദേഹത്തിന് എന്താണ്? ഗവർണർക്ക് എല്ലാ കാര്യത്തിലും ഭരണനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും എല്ലാം തന്നെ നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരം ഉണ്ട്. ഇനി അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? അത് ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ഗോപാലകൃഷ്ണക്കുറുപ്പാണ് കേട്ടോ. ഗോപാലകൃഷ്ണക്കുറുപ്പ്. ഇദ്ദേഹത്തിന്
ഇദ്ദേഹത്തിനെ നിയമിക്കുന്നതും ഇദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ഗവർണർ ആയിരിക്കും. അതുപോലെ തന്നെ ഗവർണർക്ക് പ്രീതി ഉള്ളിടത്തോളം ഈ ഒരു പദവിയിൽ തുടരാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നതും അദ്ദേഹത്തിന്റെ സേവന കാലാവധി വ്യവസ്ഥകളെല്ലാം തന്നെ നിർണ്ണയിക്കുന്നതും ഗവർണറാണ്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആരായതും അത് എ ഷാജഹാൻ ആണ് അല്ലെ, എ ഷാജഹാൻ ആണ്. ഓക്കെ, ഇനി സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നു. അപ്പോൾ PSC ചെയർമാൻ ആരാണെന്ന് ആദ്യം തന്നെ നമുക്ക് ഓർത്തിരിക്കാം, MR ബൈജു. അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഓക്കെ, MR ബൈജു ആണ് സംസ്ഥാന PSC ചെയർമാൻ ആയിട്ടുള്ളത്. ഇദ്ദേഹത്തിനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? നമ്മളുടെ ഗവർണറാണ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് പറഞ്ഞാൽ ഇത് നിയമിക്കുന്നത് ഗവർണർ ആണെങ്കിൽ നീക്കം ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണുള്ളത്. ഓക്കെ, നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത് പ്രസിഡന്റിനുമാണ്. ഇനി ഭരണപരമായ ഏത് വിഷയത്തെക്കുറിച്ചും മുഖ്യമന്ത്രിയോട് വിവരങ്ങൾ ആരായാൻ ഉള്ള അധികാരം ഗവർണർക്കുണ്ട്. ഓക്കെ, എന്താണ് ഭരണപരമായിട്ടുള്ള ഏത് വിഷയത്തെക്കുറിച്ചിട്ടും വിവരങ്ങൾ ആരായാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ആരുടെ നിന്ന്? മുഖ്യമന്ത്രിയിൽ നിന്ന്. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിളും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അത് ആർട്ടിക്കിൾ 167 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 167 ഭരണപരമായിട്ടുള്ള ഏത് വിഷയത്തെക്കുറിച്ചും മുഖ്യമന്ത്രിയോട് വിവരങ്ങൾ ആരായാനുള്ള അധികാരത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു വിവരങ്ങളെല്ലാം മുഖ്യമന്ത്രി ഗവർണറോട് പറഞ്ഞിരിക്കണം എന്നുള്ള ഒരു കാര്യം, എല്ലാം ഫേണിഷ് ചെയ്തിരിക്കണം എന്നൊരു കാര്യം പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? അത് ആർട്ടിക്കിൾ 167. ഇനി സംസ്ഥാനത്ത് ഭരണഘടനാപരമായിട്ടുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ നോമിനി എന്ന നിലയിൽ അടിയന്തരാവസ്ഥ കാലത്ത് വിസ്തൃതമായിട്ടുള്ള അധികാരങ്ങൾ ഗവർണർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഒരു സംസ്ഥാനത്ത്, അതായത് കേരളത്തിൽ ഇപ്പം ഒരു ഭരണഘടനാപരമായിട്ട് ഒരു അടിയന്തരാവസ്ഥ കൊണ്ടുവരണമെങ്കിൽ അതിനൊരു നെസസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗവർണർക്ക് ഈ ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പ്രസിഡന്റിന്റെ അടുത്ത്. ആൻഡ് ഈ ഒരു സമയത്ത് നമുക്കറിയാം കേന്ദ്രത്തിന്റെ നോമിനിയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും എല്ലാം നടപ്പിലാക്കുന്നതും എല്ലാം തന്നെ ഗവർണർ ആയിരിക്കും. സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ ആണ് ഗവർണർ. യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതും ഗവർണറാണ്. ഓക്കെ, എന്താണ് എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ചാൻസലർ ആയിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് നമ്മുടെ ഗവർണർ എന്ന് പറയുന്നത്. ആൻഡ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആരായിരിക്കും അത് എന്ന് തീരുമാനിക്കുന്നതും ഗവർണറാണ്. ഇനി നമ്മളുടെ ഗവർണറുടെ നിയമ നിർവഹണാധികാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിയമസഭ വിളിച്ചുകൂട്ടാനും പിരിച്ചുവിടാനും സമ്മേളനം നീട്ടിവെക്കാനും ഉള്ള അധികാരം ഗവർണർക്ക് ഉണ്ട്. അപ്പൊ എന്താണ്? നിയമസഭ വിളിച്ചുകൂട്ടാം, പിരിച്ചുവിടാം, സമ്മേളനം നീട്ടിവെക്കാം. ഇതൊക്കെ ആർക്ക് ചെയ്യാം? ഗവർണർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെയും എല്ലാ വർഷത്തെയും ആദ്യത്തെയും നിയമസഭാ സമ്മേളനത്തിന്റെ അഭിസംബോധന ചെയ്യുന്നത് ആരാണ്? അത് ഗവർണർ ആയിരിക്കും. അപ്പം ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റത്തെ സെഷൻ, അതുപോലെ തന്നെ എല്ലാ വർഷത്തെയും ആദ്യത്തെ സെഷനും അഭിസംബോധന ചെയ്യുന്നത് ഗവർണർ ആയിരിക്കും. സ്പീക്കറുടെയോ ഡെപ്യൂട്ടി സ്പീക്കറുടെയോ അഭാവത്തിൽ സഭയിലെ ഏതെങ്കിലും ഒരു അംഗത്തെ താൽക്കാലിക അധ്യക്ഷ പദവിയിൽ നിയമിക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ഇവർ രണ്ടുപേരും ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരാളെ താൽക്കാലികമായിട്ട് അധ്യക്ഷ പദവിയിൽ ഗവർണർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇത് നമ്മൾ പറയുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ്. ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണെങ്കിൽ നമുക്കറിയാം രാജ്യസഭയുടെ പോലെയുള്ളതാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത്. ആൻഡ് പ്രസിഡന്റിന് അങ്ങോട്ട് ഒരു 12 പേരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ 1/6 അംഗങ്ങളെ, ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ 1/6 അംഗങ്ങളെ കല, സാഹിത്യം, ശാസ്ത്രം, സഹകരണം, സാമൂഹ്യ സേവനം എന്നീ മേഖലയിൽ നിന്നും നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ഇതെവിടെയാണ് മാത്രം ആപ്ലിക്കബിൾ? ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. നിയമസഭ പാസാക്കിയ ഒരു ബില്ല് ഗവർണർക്ക് അയക്കുമ്പോൾ ഗവർണർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് ഒന്നുകിൽ അതിന് അനുമതി നൽകാം, തടഞ്ഞു വെക്കാം, ധനബില്ല് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് തിരിച്ചയക്കുകയും ചെയ്യാം. ആൻഡ് ഇങ്ങനെ ഒരു ബില്ല് തിരിച്ചയച്ചിട്ട് വീണ്ടും സഭ അത് പാസ്സാക്കിയിട്ട് ഗവർണർക്ക് അയക്കുകയാണെങ്കിൽ ഗവർണർക്ക് വേറൊരു വഴിയില്ല, ഗവർണറിന് അത് പാസ്സാക്കിയേ പറ്റൂ. ആൻഡ് അതിന് അനുമതി നൽകാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി ഗവർണർ പാസ്സാക്കാത്ത ബില്ലുകൾ കൈവശം വെക്കാൻ പറ്റുന്നത് എപ്പോഴൊക്കെയാണ്? ഗവർണർക്ക് പാസ്സാക്കാതെ അദ്ദേഹത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ ബില്ലുകളാണ്? അത് ഒന്നെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് പാസ്സാക്കാതെ കൈവശം വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സംസ്ഥാനങ്ങളുടെ നിർദ്ദേശക തത്വങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ, പൊതു താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിൽ, രാജ്യത്തിന് ദോഷകരമാണെങ്കിൽ, ആർട്ടിക്കിൾ 33A പ്രകാരം ഭൂമിയുടെ നിർബന്ധിത കൈവശപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ആ ബില്ലുകളെങ്കിൽ ആ ഒരു ബില്ലുകൾ പാസ്സാക്കാതെ ഗവർണർക്ക് കൈവശം വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു പോയിന്റുകൾ ഓർത്തിരിക്കുക. എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാനൊക്കെ ഒരു ചാൻസ് കാണുന്നുണ്ട്. ഇനി നിയമസഭ സമ്മേളിക്കാത്ത സാഹചര്യത്തിൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഗവർണർക്കുണ്ട്. അപ്പം ഗവർണർക്ക് എന്താണ്? ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാം. ആൻഡ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അത് 213 ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 200. എല്ലാ ആർട്ടിക്കിൾസും കൂടി ഞാൻ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അതുമായിട്ട് കൂട്ടി വെച്ചിട്ട് പഠിച്ചു പോവാം. അപ്പം ഏതാണ് ഗവർണറുടെ ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? 213 ആണ്. ഇതന്നെ നമ്മൾ ഒരു നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് 1, 2, 3 OD
ഓടിക്കോ എന്ന് പറയും. 1, 2, 3 ഓടിക്കോ പ്രസിഡന്റിന്റെ ഓർഡിനൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. പ്രസിഡന്റിന്റെ ഓർഡിനൻസിനെ കുറിച്ചിട്ട് ആർട്ടിക്കിൾ 123 213 വരുമ്പോൾ അത് ഗവർണറുടെ ഓർഡിനൻസിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇങ്ങനെ ഒരു ഓർഡിനൻസ് നമുക്കറിയാം. ഓർഡിനൻസുകൾ നമ്മൾ എപ്പോഴാണ് പുറപ്പെടുവിക്കുന്നത്? നിയമസഭ നിലവിലില്ലാത്ത സമയത്ത്, അത് പിരിച്ചുവിട്ട സമയത്ത് ഒക്കെയാണ് നമ്മൾ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത്. ഇപ്പൊ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ് എന്നുണ്ടെങ്കിൽ ഈ 2 സഭകളും ഇല്ലാത്ത സമയത്തായിരിക്കും ഓർഡിനൻസുകൾ ഗവർണർ പുറപ്പെടുവിക്കുന്നത്. ആൻഡ് പിന്നീട് എന്തെങ്കിലും ഈ ഒരു നിയമസഭ നിലവിൽ വരുമല്ലോ, ആ നിയമസഭ സമ്മേളിച്ച ശേഷം 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ ഓർഡിനൻസുകൾ അംഗീകരിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. എത്ര ആഴ്ചയ്ക്കുള്ളിലാണ്? 6 ആഴ്ചയ്ക്കുള്ളിൽ ഇത് അംഗീകരിച്ചിരിക്കണം. ഗവർണറുടെ മുഖ്യമായിട്ടുള്ള ഒരു ലെജിസ്ലേറ്റീവ് അധികാരമാണിത്. ഓക്കെ, സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെയും സംസ്ഥാന PSCയുടെയും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുടെയും റിപ്പോർട്ടുകൾ സംസ്ഥാന നിയമസഭയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും സംസ്ഥാന PSC റിപ്പോർട്ട് സമർപ്പിക്കുന്നതും CAG റിപ്പോർട്ട് സമർപ്പിക്കുന്നതും എല്ലാം തന്നെ ഗവർണർക്കാണ്. ആൻഡ് ഗവർണറാണ് ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ നിയമസഭയിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ഭരണനിർവഹണ അധികാരങ്ങളെ കുറിച്ച് പറഞ്ഞു. അടുത്തായിട്ട് നമ്മൾ ധനസംബന്ധമായിട്ടുള്ള അധികാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ധനകാര്യ ബില്ലുകൾ ഗവർണറുടെ അനുമതിയോടുകൂടി മാത്രമേ സഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ധനകാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകളൊക്കെ ഗവർണറുടെ അനുമതിയില്ലാതെ സഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതാത് വർഷത്തെ ബജറ്റ് അവതരണം ഉറപ്പാക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. അപ്രതീക്ഷിത സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സംസ്ഥാനത്തെ കരുതൽ ധനശേഖരത്തിൽ നിന്നും അഡ്വാൻസുകൾ നൽകാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മളുടെ ഗവർണർക്കുണ്ട്. കരുതൽ ധനശേഖരം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിൻജൻസി ഫണ്ടാണ് കേട്ടോ. കണ്ടിൻജൻസി ഫണ്ടിൽ നിന്നും ഫണ്ട് എടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഗവർണർക്കുണ്ട്. ആൻഡ് അതുപോലെ ഓരോ 5 വർഷം കൂടുമ്പോഴും ഫിനാൻസ് കമ്മീഷനെ പുനഃസംഘടിപ്പിക്കാനുള്ള അധികാരം നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 5 വർഷം കൂടുമ്പോൾ ഇദ്ദേഹം ഒരു ഫിനാൻസ് കമ്മിറ്റി പുനഃസംഘടനം നടത്തുന്നത്. ഇനി ഗവർണറുടെ ജുഡീഷ്യൽ അധികാരങ്ങൾ നോക്കാം. സംസ്ഥാനത്തിന്റെ നിയമപരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ വിധിക്കപ്പെട്ട ശിക്ഷകൾക്ക് ഇളവ് നൽകാനും ക്ഷമിക്കാനും ഉള്ള അധികാരം ഗവർണർക്കുണ്ട്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഹൈക്കോടതി ജഡ്ജിമാരെ പ്രസിഡന്റ് നിയമിക്കുന്നത്. ഓക്കെ, എന്താണ് ഹൈക്കോടതി ജഡ്ജിമാരെ പ്രസിഡന്റ് നിയമിക്കുന്നത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ്? അല്ലെങ്കിൽ ആരുമായിട്ട് ആലോചിച്ച ശേഷമാണ്? അത് ഗവർണറുമായിട്ട് കൂടിയാലോചിച്ച ശേഷമാണ്. ഇനി ഹൈക്കോടതിയുമായി കൂടിയാലോചിച്ച ശേഷമാണ് ജില്ലാ ജഡ്ജിമാരെ ഗവർണർ നിയമിക്കുന്നത്. അതായത് പ്രസിഡന്റ് ഹൈക്കോടതി ജഡ്ജിനെ നിയമിക്കുന്നതിന് മുന്നേ ആരുമായിട്ട് ചർച്ച നടത്തും? ഗവർണറുമായിട്ട് ചർച്ച നടത്തും. അതുപോലെ ഗവർണർ ജില്ലാ ജഡ്ജിനെ നിയമിക്കുന്നതിന് മുന്നേ ഹൈക്കോർട്ടുമായിട്ടും ചർച്ച നടത്തും. ഇനി സംസ്ഥാന ഹൈക്കോടതിയുമായും PSCയുമായും ആലോചിച്ച് ജില്ലാ ജഡ്ജിമാർ ഒഴികെയുള്ളവരുടെ ജുഡീഷ്യൽ മേഖലയിലെ നിയമനങ്ങൾ നടത്തുന്നത് ഗവർണറാണ്. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സംസ്ഥാന ഹൈക്കോടതിയുമായും PSCയുമായും ആലോചിച്ച് ജില്ലാ ജഡ്ജിമാർ ഒഴികെയുള്ളവരുടെ ജുഡീഷ്യൽ മേഖലയിലെ നിയമനങ്ങൾ നടത്തുന്നത് അത് ഗവർണറാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 ആർട്ടിക്കിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ലക്ഷ്മികാന്തിന്റെ ആ ഒരു ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾസ്, ബാക്കി ആർട്ടിക്കിൾസ് എല്ലാം പറഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു 4 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഇതൊന്ന് നോക്കിയിരിക്കുക. ആർട്ടിക്കിൾ 153 എന്താ പറയുന്നത്? സംസ്ഥാനത്തിന് ഒരു ഗവർണർ വേണം. അപ്പൊ ഗവർണറെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 153 ആണ്. ഇനി ആർട്ടിക്കിൾ 154 ഭരണഘടനാപരമായി നേരിട്ടോ കീഴുദ്യോഗസ്ഥരിലൂടെയോ സംസ്ഥാന ഭരണ നിർവഹണം നടത്തുന്നത് ഗവർണറാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 154 ആണ്. ഇനി 163 എന്താണ് പറയുന്നത്? ഭരണ നിർവഹണത്തിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഗവർണറുടെ ഉപദേശകരായിട്ട് വർത്തിക്കും. അപ്പൊ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറെയാണ് ഉപദേശിക്കുന്നത്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. കാരണം ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റ് ആയിരുന്നു. ഇനി ആർട്ടിക്കിൾ 164 ചോദിക്കുകയാണെങ്കിൽ അത് മന്ത്രിസഭയ്ക്ക് സംസ്ഥാന നിയമസഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്ന ആർട്ടിക്കിളാണ് 164. അപ്പൊ മന്ത്രിസഭയ്ക്ക് ആരോടാണ് കൂട്ടുത്തരവാദിത്വം ഉള്ളത്? അത് സംസ്ഥാന നിയമസഭയോടാണ്. ഓക്കെ, ഈ ഒരു 2 ആർട്ടിക്കിൾസ് ആണ് ഈ പ്രാവശ്യം കൊല്ലം LDCക്ക് അവരെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് നോക്കാം. കമ്പയറിംഗ് ദ വീറ്റോ പവേഴ്സ് ഓഫ് പ്രസിഡന്റ് ആൻഡ് ഗവർണർ ആണ്. ഓക്കെ, ഗവർണറുടെയും നമ്മുടെ പ്രസിഡന്റിന്റെ വീറ്റോ പവേഴ്സ് നമുക്കറിയാം. വീറ്റോ പവേഴ്സിനെ കുറിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് പ്രസിഡന്റിന്റെ നോക്കാം. പ്രസിഡന്റിന് എന്തൊക്കെ വീറ്റോ പവർ ഉണ്ട്? ഹി may give his assent to the bill. ഒന്നെങ്കിൽ ഒരു ബില്ല്, ഇപ്പം നമ്മളിവിടെ ഈ ഒരു ഓർഡിനറി ബിൽസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീറ്റോ പവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ബില്ല് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക്, പ്രസിഡന്റിന്റെ അടുത്തേക്ക് എത്തുകയാണെങ്കിൽ ഒന്നെങ്കിൽ അദ്ദേഹത്തിന് അതിന് അനുമതി നൽകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് തിരസ്കരിക്കാം, അല്ലെങ്കിൽ അത് വീണ്ടും റീകൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചയക്കുകയും ചെയ്യാം. ആൻഡ് ഇങ്ങനെ തിരിച്ചയച്ച സാധനം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും സഭ പാസ്സാക്കിയിട്ട് പ്രസിഡന്റിന് അയക്കുകയാണെങ്കിൽ അത് അദ്ദേഹം ഉറപ്പായിട്ടും
പാസ്സാക്കിയിരിക്കണം. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, പ്രസിഡന്റ് എൻജോയ്സ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയും. ഓക്കെ, സസ്പെൻസീവ് വീറ്റോ ആണ്. ഓക്കെ ഓക്കെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഗവർണറുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഗവർണറിന്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അയക്ക് അസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് വിത്ത് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ റീകൺസിഡറേഷന് വേണ്ടിയിട്ട് അയക്കാം. ആൻഡ് ഇത് ഇതേപോലെ തന്നെ വീണ്ടും തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവർണർ ബാധ്യസ്ഥനായിരിക്കും. ആൻഡ് സസ്പെൻസീവ് വീറ്റോ ആണ് ഗവർണർക്കും ഉള്ളത്. ആൻഡ് ഒരു കാര്യം കൂടിയും ഉണ്ട് നമ്മുടെ ഗവർണറുടെ വീറ്റോ പവറിൽ. ഹി മേ റിസർവ് ദ ബിൽ ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് ഗവർണർക്ക് ബില്ല് വിത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി, റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഒരു എക്സ്ട്രാ ആണ്. ഈ പ്രസിഡന്റിന്റെ വീറ്റോ പവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്ട്രാ പോയിന്റ് ആണ് ഗവർണറുടെ വരുന്നത്. അങ്ങനെ ഒരു പ്രസിഡന്റിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത ഒരു ബില്ലാണെങ്കിൽ പിന്നീട് ആ ബില്ല് ഇനാക്ട് ആയാലോ അല്ലെങ്കിൽ ബില്ല് നിയമത്തിൽ വന്നാലോ ഒന്നും തന്നെ അതിൽ ഗവർണർക്ക് ഒരു തരത്തിലുള്ള റൂളുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. ഇനി കമ്പയറിംഗ് ദ ഓർഡിനൻസ് മേക്കിംഗ് പവർ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഓർഡിനൻസ് മേക്കിംഗ് പവറിനെ കുറിച്ചിട്ടാണ്. ഓർഡിനൻസിന്റെ ആർട്ടിക്കിൾ ഏതായിരുന്നു? 213 അല്ലെ. പ്രസിഡന്റ് ആണെങ്കിൽ 123, ഗവർണറുടേത് 213 ആയിരുന്നു. ഓക്കെ, അപ്പം ഇതിൽ എല്ലാം തന്നെ ആക്ച്വലി ഒരുപോലെ തന്നെയാണുള്ളത്. ജസ്റ്റ് പ്രസിഡന്റ് ആണെങ്കിൽ ഹൗസ് ഓഫ് പാർലമെന്റിന്റെ കാര്യമായിരിക്കും പറയുന്നത്, നമ്മുടെ ഗവർണറിന്റെ ആണെങ്കിൽ നിയമസഭയുടെ കാര്യമാണ്. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹി ക്യാൻ പ്രൊമ്യൂലിഗേറ്റ് ആൻ ഓർഡിനൻസ് ഓൺലി വെൻ ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെന്റ് ആർ നോട്ട് ഇൻ സെഷൻ ഓർ വെൻ ഈതർ ഓഫ് ദ 2 ഹൗസസ് ഓഫ് പാർലമെന്റ് ഇസ് നോട്ട് ഇൻ സെഷൻ. അതായത് പാർലമെന്റിന്റെ 2 ഹൗസസും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൗസൊക്കെ നിലവിലില്ലാത്ത സമയത്താണ് പ്രസിഡന്റിന് ഓർഡിനൻസ് ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ഗവർണറുടെയും. ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലാത്ത സമയത്താണ് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ ഗവർണർക്ക് പറ്റുന്നത്. ഇനി ഇത് പ്രസിഡന്റിന്റെയാണ് പറയുന്നത്. പ്രസിഡന്റ് ക്യാൻ പ്രൊമ്യൂലിഗേറ്റ് ആൻ ഓർഡിനൻസ് ഓൺലി വെൻ ഹി ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് സർക്കംസ്റ്റൻസസ് എക്സിസ്റ്റ് വിച്ച് റെൻഡർ ഇറ്റ് നെസസറി ഫോർ ഹിം ടു ടേക്ക് ഇമീഡിയറ്റ് ആക്ഷൻ. അതായത് ഓർഡിനൻസ് ഇറക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ് എന്ന് കണ്ടാൽ മാത്രമേ പ്രസിഡന്റ് അങ്ങനെ ഒരു കാര്യം ഓർഡിനൻസ് ഇറക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഗവർണറും. ഇനി ഹി ക്യാൻ ഇഷ്യൂ ഓർഡിനൻസസ് ഓൺലി ഓൺ ദോസ് സബ്ജക്ട്സ് ഓൺ വിച്ച് ദ പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ്. പാർലമെന്റിന്റെ ലോസ്, അതായത് നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാത്രമേ ഇദ്ദേഹത്തിന് ഓർഡിനൻസുകൾ നിർമ്മിക്കാൻ പറ്റുള്ളൂ. ഇറ്റ്സ് ഈക്വൽസ് ടു ദാറ്റ് ഓഫ് ഗവർണേഴ്സ്. ഇനി an ordinance issued by him has the same force and effect as an act of the parliament. പാർലമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ പാർലമെന്റിൽ ഒരു ആക്ട് എങ്ങനെയാണോ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ആക്ട് എങ്ങനെയാണോ വർക്ക് ചെയ്തിട്ടുണ്ടാവുക അതേ ഒരു മോഡലിൽ തന്നെ ആയിരിക്കും പ്രസിഡന്റിന്റെ ഈ ഒരു ഓർഡിനൻസും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സെയിം കാര്യം തന്നെയാണ് ഗവർണറുടെയിലും പറയുന്നത്. ഇനി an ordinance issued by him is subject to the same limitations as the act of the parliament. പാർലമെന്റിൽ ഒരു ആക്ടിന് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാവോ അതേ ലിമിറ്റേഷൻസ് എല്ലാം ഈ ഒരു ഓർഡിനൻസിനും ഉണ്ടാവും. and he can withdraw an ordinance at any ടൈം. ഓക്കെ, ഏത് സമയത്ത് വേണമെങ്കിലും പ്രസിഡന്റിനോ അതുപോലെ തന്നെ ഗവർണർക്കോ ഓർഡിനൻസുകൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ വിഡ്രോ ചെയ്യുന്നതിന് മുന്നേ എന്താണ്, അദ്ദേഹത്തിന് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെയും പ്രൈം മിനിസ്റ്ററിന്റെയും ഒക്കെ തന്നെ അഡ്വൈസിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ ഒരു വിഡ്രോവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇവിടെയാണെങ്കിലോ ഗവർണർക്കാണെങ്കിൽ ഓൺ ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഹെഡഡ് ബൈ ദ ചീഫ് മിനിസ്റ്ററിന്റെ അധ്യക്ഷതയിലുള്ള ആ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന് ഓർഡിനൻസ് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി an ordinance issued by him should be laid before both the houses of parliament when it reassembles. അത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് ആണ്. നിയമസഭ വീണ്ടും സമ്മേളിച്ച ശേഷം അത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ഒരു ഹൗസ് ഓഫ് പാർലമെന്റിന് മുന്നിൽ വെച്ചിട്ട് അത് അംഗീകരിപ്പിച്ചെടുക്കണം. ഓക്കെ, ആ ഒരു സമയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 വീക്സ് ആണ്. 6 വീക്സിന്റെ ഉള്ളിൽ ഇത് അംഗീകരിച്ചിരിക്കണം. an ordinance issued by him ceases to operate on the expiry of 6 weeks from the reassembly of the parliament. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. 6 ആഴ്ചയുടെ ഉള്ളിൽ ഇത് എന്താണ് സീസ് ചെയ്യും, ഓപ്പറേഷൻ സീസ് ചെയ്യും, സ്റ്റോപ്പ് ആവും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആൻഡ് ഹി നീഡ്സ് നോ ഇൻസ്ട്രക്ഷൻസ് ഫോർ മേക്കിംഗ് ആൻ ഓർഡിനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഹി നീഡ്സ് നോ ഇൻസ്ട്രക്ഷൻസ്, ആരുടെയും ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ പ്രസിഡന്റിന് ഓർഡിനൻസ് നിർമ്മിക്കാൻ പറ്റും. ഇവിടെയാണ് ഒരു വ്യത്യാസം വരുന്നത്. ഗവർണർക്ക് ഹി കനോട്ട് മേക്ക് ആൻ ഓർഡിനൻസ് വിത്തൗട്ട് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ പ്രസിഡന്റ് ഇൻ 3 കേസസ്. പ്രസിഡന്റിന്റെ അടുത്ത് നിന്ന് ഇൻസ്ട്രക്ഷൻസ് ഒരു 3 കാര്യത്തിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഗവർണർക്ക് ഓർഡിനൻസുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ഇഫ് എ ബിൽ കണ്ടെയ്നിങ് ദ സെയിം provisions would have required the previous sanction of the president. അതായത് പ്രസിഡന്റിന്റെ സാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ഓർഡിനൻസ് ആണെങ്കിൽ അങ്ങനത്തെ കേസുകളിൽ അദ്ദേഹത്തിന് ഓർഡിനൻസ് പെട്ടെന്ന് തന്നെ സ്വന്തം ഇഷ്ടത്തിന് ഗവർണർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല.
ഇനി if he would have been deemed it necessary to reserve a bill containing the same provisions for the consideration of the president. If an act of the state legislature containing the same provisions would have been invalid without receiving the president's consent, അതായത് president's consent ഇല്ലാതെ അത് ഇൻവാലിഡ് ആവുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഓർഡിനൻസ് ഗവർണർ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ. ഇനി കമ്പയറിംഗ് ദ പാർഡനിങ് പവേഴ്സ്. പാർഡനിങ് പവേഴ്സ് എന്താണ്? പൊതുമാപ്പിനെ കുറിച്ചിട്ടുള്ളതാണ്. പ്രസിഡന്റ് ക്യാൻ പാർഡൻ, റിപ്രൈവ്, റെസ്പൈറ്റ്, റെമിറ്റ്, സസ്പെൻഡ് ഓർ കമ്മ്യൂട്ട് ദ പണിഷ്മെന്റ് ഓർ സെന്റൻസ് ഓഫ് എനി പേഴ്സൺ കൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ് അഗെയിൻസ്റ്റ് എ സെൻട്രൽ ലോ. ഒരു സെൻട്രൽ ലോന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത ഒരാളുടെ പണിഷ്മെന്റിന് പാർഡൻ ചെയ്യാൻ, അതായത് മാപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ അത് കുറയ്ക്കാനോ ഒക്കെയുള്ള അധികാരങ്ങൾ ആർക്കുണ്ട്? പ്രസിഡന്റിന്. ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ സെൻട്രൽ ലോയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതേ കാര്യം സ്റ്റേറ്റ് ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അതിന് പാർഡൻ ചെയ്യാനുള്ള പവർ ഉള്ളത് ഗവർണർക്കായിരിക്കും. ഇനി President can pardon, reprieve, respite, remit, suspend or commute a death sentence. അതായത് ഒരു ഡെത്ത് സെന്റൻസ് ആർക്കെങ്കിലും ഒരു വധശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുള്ളത് അത് പ്രസിഡന്റിനാണ്. അത് ഓർത്തിരിക്കുക, അത് പ്രസിഡന്റിന് മാത്രമേ അങ്ങനെ ഒരു അധികാരമുള്ളൂ. ഗവർണർക്കാണെങ്കിൽ ഹി കനോട്ട് പാർഡൺ എ ഡെത്ത് സെന്റൻസ് എന്ന് പറയുന്നുണ്ട്. ഈവൻ ദോ അത് സ്റ്റേറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ചെയ്ത ഒരു കുറ്റകൃത്യമാണെങ്കിൽ പോലും അവിടെ ഡെത്ത് സെന്റൻസ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഗവർണർക്ക് ലഭിക്കുന്നില്ല. President can grant pardon, reprieve, respite, suspension, remission or commutation respect to the punishment or sentence by the court martial. അതായത് കോർട്ട് മാർഷൽ, ഏതെങ്കിലും ഒരാളുടെ കോർട്ട് മാർഷലൊക്കെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കിട്ടിയിട്ടുള്ള ആ ഒരു ശിക്ഷയെ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. പക്ഷെ അത് ആർക്കില്ല? അത് ഗവർണർക്ക് ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് ഗവർണറും അതേതായിട്ടുള്ള സ്റ്റേറ്റ് ലെജിസ്ലേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ്. ഓക്കെ, അപ്പം ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് വേണം എന്ന് പറയുന്നത് 153 ഇനി എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റിനെ കുറിച്ചിട്ട് പറയുന്നത് 154 ഗവർണറുടെ അപ്പോയിന്റ്മെന്റ് ആരാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 155 ടേം ഓഫ് ഓഫീസ് 5 വർഷമാണ് എന്നുള്ള ഒരു കാര്യം പറയുന്നത് ഏതിലാണ്? അത് 156 ക്വാളിഫിക്കേഷൻസ്, അതായത് യോഗ്യതകളെ കുറിച്ച് നമ്മൾ അതൊക്കെ ഓരോന്നായിട്ടാണ്, ഓരോ സെക്ഷൻ ആയിട്ട് തന്നെ നമ്മൾ എടുത്തെടുത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ കണ്ടതിന് ശേഷം മറ്റേതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ആർട്ടിക്കിൾസും കാര്യങ്ങളുമായിട്ട് ആ ഒരു സിങ്ക് വരും. ഇനി കണ്ടീഷൻസ് ഫോർ ഗവർണേഴ്സ് ഓഫീസ്. എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഗവർണേഴ്സ് ഓഫീസിനുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സത്യപ്രതിജ്ഞയെ കുറിച്ചിട്ട് പറയുന്നു 159. ഇനി ഡിസ്ചാർജ് ഓഫ് ദ ഫംഗ്ഷൻസ് ഓഫ് ദ ഗവർണർ ഇൻ സർട്ടൺ കണ്ടിൻജൻസീസ്, അതായത് ചില ഫംഗ്ഷൻസിനെ കുറിച്ചിട്ട് പറയുന്നത് 160. പവർ ഓഫ് ദ ഗവർണർ ടു ഗ്രാൻഡ് പാർഡൻസ് ആൻഡ് അതേഴ്സ്, അതായത് പൊതുമാപ്പിനെ കുറിച്ചിട്ടുള്ളതാണ്. പൊതുമാപ്പ് ഏതാണ്? 161 പറയുന്നത്. ഇനി എക്സ്റ്റെൻഡ് ഓഫ് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത് 162 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ ഗവർണർ. അപ്പം ഗവർണർക്ക് എയ്ഡും അഡ്വൈസും ഒക്കെ കൊടുക്കുന്നത് ആരാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് എന്ന് പറയുന്നത് 163 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് അത്. ഇനി അതർ പ്രൊവിഷൻസ് ആസ് ദ മിനിസ്റ്റേഴ്സ് ലൈക്ക് അപ്പോയിന്റ്മെന്റ്സ്, ടേംസ്, സാലറി ആൻഡ് അതേഴ്സ്. ഓക്കെ, അതിനെക്കുറിച്ച് പറയുന്നത് 164 ഗവർണർ ഇസ് ഓർ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ഇന്ത്യനെ കുറിച്ച് പറയുന്നത് 165 ഓക്കെ, ആരായിരുന്നു ഇപ്പോഴത്തത്? ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. ഇനി 166 എന്താ പറയുന്നത്? കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് എ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നു. ഡ്യൂട്ടീസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ റിഗാർഡിംഗ് ഫർണിഷിംഗ് ഓഫ് ഇൻഫർമേഷൻ ടു ദ ഗവർണർ അതിനെ കുറിച്ച് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 167. ഇനി 174 പറയുന്നത് സെഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പ്രൊറോഗേഷൻ ആൻഡ് ഡിസൊല്യൂഷനെ കുറിച്ചിട്ടാണ്. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ സെഷൻസിനെ കുറിച്ചിട്ട് എപ്പോൾ അറ്റൻഡ് ചെയ്യുന്നു ഗവർണർ, ആ സെഷൻസിലൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് 174 റൈറ്റ് ഓഫ് ദ ഗവർണർ ടു അഡ്രസ് ആൻഡ് സെൻഡ് മെസ്സേജസ് ടു ദ ഹൗസസ് ഓർ ഹൗസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അത് 175 പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. സ്പെഷ്യൽ അഡ്രസ് ബൈ ദ ഗവർണറിനെ കുറിച്ച് പറയുന്നത് 176 എസെൻഡ് ടു ബിൽസ് ഓർത്തിരിക്കുക. എസെൻഡ് ടു ബിൽസ് ബില്ലുകളെ എന്താ പറയുന്നത് ക്യാൻസൽ ചെയ്യുന്നതും അനുമതി കൊടുക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 200 ഇനി ബിൽസ് റിസർവ്ഡ് ബൈ ദ ഗവർണർ ഫോർ കൺസിഡറേഷൻ ഓഫ് പ്രസിഡന്റ്. നമ്മൾ വേറെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ബില്ലുകളെല്ലാം തന്നെ ഗവർണർ പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് കൊടുക്കുമെന്നത്. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 201. ഇനി ദ പവർ ഓഫ് ഗവർണർ ടു പ്രൊമ്യൂലിഗേറ്റ് ഓർഡിനൻസസ് ഇറക്കാനുള്ള അധികാരം 213 പറയുന്നത്. ഗവർണർ ബീങ് കൺസൾട്ടഡ് ബൈ ദ പ്രസിഡന്റ് ഇൻ ദ മാറ്റർ ഓഫ് ദ അപ്പോയിന്റ്മെന്റ്സ് ഓഫ് ദ ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിലെ ജഡ്ജിമാരെ നിയമിക്കുന്നതിന് മുൻപ് ഗവർണറുമായിട്ട് പ്രസിഡന്റിന് കൺസൾട്ട് ചെയ്യും എന്നതിനെ കുറിച്ച് പറയുന്നത് 217. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് ആർട്ടിക്കിൾസ് ആണ് ഇപ്പം നമ്മൾ പറയുന്നത്. രണ്ടും കൂടി ഒന്നിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഫാക്ട് നിങ്ങൾക്ക് കിട്ടില്ല, ഇതും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിപ്പോ. അതാണ് രണ്ടും രണ്ട് ഭാഗങ്ങളിലെടുത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത്.
ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജസ് ബൈ ദ ഗവർണർ. ഡിസ്ട്രിക്ട് ജഡ്ജസിനെ നിയമിക്കുന്നതിന് മുന്നേ ഹൈക്കോർട്ടുമായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഇദ്ദേഹം ഇതിനൊക്കെ നിയമിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നതൊക്കെ ഏതിലാണ്? 233 പറഞ്ഞിട്ടുള്ളത്. ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് പേഴ്സൺസ് അതർ ദാൻ ഡിസ്ട്രിക്ട് ജഡ്ജസ് ടു ദ ജുഡീഷ്യൽ സർവീസസ് ഓഫ് ദ സ്റ്റേറ്റ് ബൈ ദ ഗവർണർ. അതായത് ജുഡീഷ്യൽ സർവീസസിലേക്ക് വേറെ ആൾക്കാരെ, ഡിസ്ട്രിക്ട് ജഡ്ജസ് ഒഴികെയുള്ളവരെ ചേർക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ ആർട്ടിക്കിളാണ് 234. ഓക്കെ, അപ്പം ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇതായിരുന്നു നമ്മളുടെ കൊല്ലം LDCയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഇപ്പം നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്ത് നോക്കൂ, കിട്ടുന്നുണ്ടാവും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്, നമ്മൾ പഠിച്ചു അത്. ഇനി മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. അത് ഉണ്ടോ? മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു എന്നുള്ളത് ശരിയാണ്. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. അല്ലേ, കൂട്ടുത്തരവാദിത്വം ആരോടാണുള്ളത്? നിയമസഭയോടാണ് ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് 1ഉം 2ഉം എന്നതാണ് ഇതിന് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലും ശരിയായിട്ടുള്ളത് കണ്ടെത്താനാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. അതെ, നിയമിക്കുന്നത് ഗവർണർ തന്നെയാണ്. ഇനി ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. ഓക്കെ, എന്താണ്? ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു, അങ്ങനെയാണോ? അല്ല, തിരിച്ചാണ്. മുഖ്യമന്ത്രി ഭരണകാര്യങ്ങളിൽ എന്താണ്? അഡ്വൈസറായിട്ട്, ഗവർണർക്കാണ് അഡ്വൈസറായിട്ട് മുഖ്യമന്ത്രി നിൽക്കുന്നത്. ഇനി സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവനെ ചോദിച്ചാൽ അത് ഗവർണറാണ്. കറക്റ്റാണ്. തലവന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗവർണറാണ്. പക്ഷേ ഭരണ നിർവഹണം നടത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മന്ത്രിസഭയാണ്. ഓക്കെ, ഇങ്ങനെയുണ്ട്. തലവനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗവർണർ തന്നെ എഴുതണം. അപ്പോൾ ഇതാണ് 1ഉം 3ഉമായിരുന്നു ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നോക്കുമ്പോൾ ഈസി ആണല്ലോ. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇത്രയും നേരം ക്ലാസ് കേട്ടത് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ആൻഡ് ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് സ്റ്റേ സബ്സ്ക്രൈബ്ഡ്.